നിങ്ങൾ കടം വാങ്ങുകയാണെങ്കിൽ എഴുതി വെച്ചുകൊണ്ട് കൊടുക്കണം, എഴുതി വെച്ചുകൊണ്ട് കടത്തിൻ്റെ ഏർപ്പാടുകളിൽ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കടത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നത് തന്നെ. ചിലർക്ക് കടം വാങ്ങുന്നതിനെക്കുറിച്ച് യാതൊരു ജാഗ്രതയുമില്ല. ശരീഅത്തിൽ കടം വാങ്ങുന്നതിനൊരു മാനദണ്ഡമുണ്ട്. വീട്ടാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രമേ കടം വാങ്ങാൻ പാടുള്ളൂ. വീട്ടാനുള്ള വഴികളെ മുന്നിൽ കാണണം, സാധ്യതകൾ ഉണ്ടാകണം. അല്ലാത്തവർക്ക് കടം വാങ്ങാനും പാടില്ല, കടം കൊടുക്കാനും പാടില്ല. കടം വാങ്ങുമ്പോൾ തന്നെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കണം. കാരണം മരണപ്പെട്ടു കഴിഞ്ഞാലും ഖബറിൽ നമ്മെ അസ്വസ്ഥമാക്കുന്നതാണ് നമ്മുടെ കടത്തിൻ്റെ കടയിടപാടുകൾ എന്ന ജാഗ്രത നമുക്കുണ്ടാകണം. ഇപ്പോൾ വളരെ വ്യാപകമായി പറയപ്പെടുന്നതാണ് കടം വാങ്ങിയാൽ പിന്നെ ബന്ധങ്ങൾ ശിഥിലമാവുകയാണ് എന്നത്. അവനോട് മിണ്ടാൻ പറ്റൂല, കടം വാങ്ങിയത് ചോദിക്കാൻ പറ്റൂല, ചോദിച്ചതിൻ്റെ പേരിൽ പിന്നീട് വെറുപ്പും വിദ്വേഷവും. കടം എന്നുള്ളത് മനുഷ്യരെ പരസ്പരം ശത്രുക്കളാക്കുന്ന ഒരു പ്രവണതയായി മാറിക്കഴിഞ്ഞു എന്നത് സത്യമാണ്. അവധിയുള്ള കടങ്ങളാണെങ്കിൽ വല്ല കാരണവശാലും ആ അവധിക്ക് പണം തിരികെ കൊടുക്കാൻ കഴിയില്ല എങ്കിൽ അവനോട് കാര്യങ്ങൾ ഉണർത്തി കാരണങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവധി നീട്ടി വാങ്ങാൻ കഴിയണം. ഇത് അവധിയായാൽ പിന്നെ അവൻ്റെ ഫോൺ എടുക്കൂല, അവനുമായി യാതൊരു കണക്ഷനുമില്ല, അവൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഇവന് പ്രശ്നമാകുന്നില്ല. സഹായിച്ചത് പിന്നീട് ശത്രുതയുണ്ടാകാൻ കാരണമാകുന്ന അവസ്ഥകളിലേക്ക് കടം മാറിപ്പോകുന്ന അവസ്ഥയുണ്ട്. എല്ലാ തലങ്ങളിലുമുണ്ട്.